മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലലീഗ ടൈറ്റിൽ റേസിനെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു നെയിൽ ബൈറ്റിംഗ് ഫിനിഷിലേക്കാണ് ലലീഗയിലെ ടൈറ്റിൽ റേസ് ഇപ്പോൾ പോകുന്നത്. കഴിഞ്ഞ മാച്ചിന് ശേഷം പോയിന്റ് ടേബിൾ എടുത്ത് നോക്കിയപ്പോൾ 23 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ബാഴ്സലോണ 48 പോയിന്റ്, അത്ലറ്റിക്കോ മാഡ്രിഡ് 49 പോയിന്റ്, റയൽ മാഡ്രിഡ് 50 പോയിന്റ്. അതായത് ഒരു പോയിന്റാണ് ടോപ്പ് 3-യിലെ 3 ടീമുകളെയും വേർതിരിക്കുന്നത്. ഒരു മാച്ച് തോറ്റാലോ അല്ലെങ്കിൽ സമനിലയായാൽ കൂടെ ഈ പോയിന്റ് നില മാറി മറിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ റേസിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ മാച്ചിൽ ബാഴ്സലോണ സെവിയയെ 4-1 പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാഴ്സ ടൈറ്റിൽ റേസിൽ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഹാൻസി ഫ്ലിക്കിനോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് ബാഴ്സലോണ ഇപ്പോൾ ലലീഗ ടൈറ്റിൽ റേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിലാണ്. എന്നാൽ സിമിയോണി ബാഴ്സയാണ് ലലീഗയിലെ ബെസ്റ്റ് ടീം എന്നുള്ള കമന്റ് പുറത്തിറക്കുകയും ചെയ്തു. ഈ 2 കമന്റും നിങ്ങൾ കൂട്ടി വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. സൈക്കോളജിക്കലായിട്ട് ഇരു ടീമുകളും പണി തുടങ്ങിക്കഴിഞ്ഞു. തങ്ങളുടെ ടീമിന് മുകളിൽ പ്രഷർ വരാതിരിക്കാൻ വേണ്ടി എല്ലാ ടാക്ടിക്സും പബ്ലിക്കലി പുറത്തിറക്കാനുള്ള ഒരു അവസരമാണിത്. ഇനി വരാൻ പോകുന്ന 15 മാച്ചുകൾ പല ടീമിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. ഇപ്പൊ റയലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു എക്സ്ട്രാ നോക്കൌട്ട് മത്സരങ്ങൾ അവർക്ക് കളിക്കേണ്ടതുണ്ട്. UCLന്റെ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയാണ് ഈ 2 മത്സരങ്ങൾ കളിക്കേണ്ടത്. ഇതൊരു ബെനിഫിറ്റ് ആണോ അല്ലെങ്കിൽ ഇത് പ്രശ്നമാവോ എന്നൊക്കെ മത്സരം കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. കാരണം ഹൈ ഇന്റൻസിറ്റി ഹൈ പ്രഷർ മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. സിറ്റിയുടെ കാര്യം നമുക്കറിയാം. നോക്കൌട്ടിലേക്ക് വരുമ്പോൾ അവർ ബെസ്റ്റ് പെർഫോമൻസ് പലപ്പോഴും കൊണ്ടുവരാറുണ്ട്. ഇപ്പം മോശം ഫോമിലൂടെ പോവുകയാണ്. എന്നിരുന്നാലും 2 ടീമുകളും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കൊണ്ടുവരാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീക്കെൻഡിലെ മത്സരങ്ങളിൽ ഫാറ്റിഗും മറ്റു കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കാണുന്നുണ്ട്. റയലിനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി കൺസേൺസ് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ റൂഡ്രിഗർ ഈ ഒരു ഫെബ്രുവരിയിൽ മടങ്ങി വരുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. കാർവഹാലും മിലിറ്റാവോ ലോങ് ഇഞ്ചുറി കാരണം പുറത്താണ്. കഴിഞ്ഞ മത്സരത്തിൽ ചൗമീനെ പിടിച്ച് ഡിഫൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള മിസ്റ്റേക്ക് വന്നു, അത് പെനൽറ്റിയിലേക്ക് പോയി. അപ്പോൾ എല്ലാ മത്സരങ്ങളിലും ചൗമീനിയുടെ ഡിഫൻസ് വർക്ക് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ റയൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളത് അൻസലോട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ച് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ബാഴ്സക്കും വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ഇവിടെ മിഡ്ഫീൽഡിൽ പെഡ്രി ഗാവി ആയാലും റഫീഞ്ഞ യമാൽ തുടങ്ങിയ പ്ലേയേഴ്സ് ആയാലും അവരുടെ ഓവറോൾ ഫോർമേഷനും ഓവറോൾ വിജയത്തിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. ഇപ്പൊ കഴിഞ്ഞ മാച്ചിൽ പെഡ്രിക്ക് പൊട്ടൻഷ്യൽ ഇഞ്ചുറി വന്ന് പുള്ളി ഗ്രൗണ്ടിൽ കിടക്കുന്ന സമയത്ത് ഫ്ലിക്കിന്റെ ഒരു ക്ലോസപ്പ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. പുള്ളിയുടെ മുഖം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺബിലീവബിൾ ആയിരുന്നു. കാരണം അതുപോലുള്ള ഒരു പ്ലെയർ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടീമിൽ എന്തായിരിക്കും സംഭവിക്കാന്ന് ഫ്ലിക്കിന് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ പ്ലെയേഴ്സ് ഫിറ്റ് ആയിരിക്കേണ്ടത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ബാഴ്സ പതുക്കെ അവരുടെ ഫോമിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ലെവൻഡോസ്കി സ്കോർ ചെയ്യുന്നുണ്ട്, മിഡ്ഫീൽഡ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ കുഴപ്പമില്ലാതെ അവർ മുമ്പോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ആരും കാണാതെ പിറകിലൂടെ വന്ന് ഇപ്പൊ 2ാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ ഉള്ളത്. അപ്പൊ പല ആൾക്കാരും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെ ഡിഫെൻസീവ്ലി പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് സിമിയോനിയുടെ ടാക്ടിക്കൽ അപ്രോച്ച് തന്നെയാണ്. ഇപ്പോൾ റയലിനെതിരെ സമനില പിടിക്കുക എന്ന് പറയുന്നത് സിമിയോണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ്. കാരണം തോൽക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഒരു പോയിന്റ് നേടുക എന്ന് പറയുന്നത്. കാരണം ഇനി വരാൻ പോകുന്ന മത്സരത്തിൽ ചിലപ്പോൾ ആ ഒരു പോയിന്റ് ആയിരിക്കും ടൈറ്റിൽ ജേതാവിനെ നിർണ്ണയിക്കാൻ പോകുന്നത്. പല മത്സരങ്ങളിലും അത്ലറ്റിക്കോ കളിക്കുന്നത് പൊസിഷൻ ഇല്ലാതെ ലോ ബ്ലോക്ക് ഇട്ടിട്ട് കൗണ്ടർ അറ്റാക്കിംഗ് ഹൈ ട്രാൻസിഷൻ ഫുട്ബോളാണ്. അത് എനർജി സേവ് ചെയ്യാനും റിസൾട്ട് കൊണ്ടുവരാനും ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മുമ്പോട്ട് വരാനൊക്കെ സിമിയോണിയും ടീമിനെയും സഹായിക്കാറുണ്ട്. ആൽവരസ് നല്ല ഫോമിലാണ്. ഒരുപാട് കിടിലം പ്ലേയേഴ്സ്
അവസരത്തിനൊത്ത് കളിക്കുന്നുണ്ട്. ഇതൊക്കെ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റെലിഗേഷൻ ഫൈറ്റിലുള്ള ടീമിനെതിരെയുള്ള മാച്ചസ് ആണ്. കാരണം നമുക്കറിയാം പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഈ ലോ ബ്ലോക്ക് ടീമിനെതിരെ കളിക്കാൻ പോകുമ്പോൾ ഇപ്പൊ ജിറോണ ആയാലും യങ് ബോയ്സ് ആയാലും അവർ 100% ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ പിച്ചിൽ ഇടുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു പോയിന്റിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ അവർ കളിക്കാൻ പോകുന്നത്. ആ മത്സരങ്ങളിൽ എങ്ങനെയെങ്കിലും പെൻട്രേറ്റ് ചെയ്ത് ഗോൾ അടിക്കുക എന്നുള്ളത് ഈ ടോപ്പ് 3 ടീമിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. കാരണം ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. ചിലപ്പോൾ ഒരു മത്സരം ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ലലിഗയിൽ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 110% അവർ പിച്ചിൽ ഇടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ UCL നോക്കൗട്ട് വരുന്നു, ഡൊമസ്റ്റിക് കപ്പ് ഗെയിംസ് വരുന്നു, അഡീഷണൽ പ്രഷർ വരുന്നുണ്ട്. ഇതൊക്കെ ഏത് ടീമായിരിക്കും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നമ്മളൊക്കെ നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. ഏത് ടീമിനാണ് കൂടുതൽ സാധ്യത എന്ന് കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.